ഹായ് ഹലോ, ഞാൻ അഖില. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ വരച്ചു വെച്ചിരിക്കുന്ന ഒരു ഫ്ലവർ ഡിസൈനാണ്. സിംഗിളായിട്ട് വരുന്ന ഒരു എംബ്രോയ്ഡറി ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഏത് ഡ്രസ്സിൻ്റെ ഏത് പോർഷനിൽ വേണമെങ്കിലും, ചെസ്റ്റ് പോർഷനിലോ അല്ല സ്ലീവ്സിൻ്റെ രണ്ട് സൈഡിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ എംബ്രോയ്ഡറി ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ സിംഗിളായിട്ട് ഓൾ ഓവർ ഡിസൈനായിട്ടൊക്കെ വേണമെങ്കിൽ വലിയ ബൂട്ടാസൊക്കെ ചെയ്യുന്ന ഇഷ്ടമാണെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ ഈ ഡിസൈൻ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു ഇത് ചെയ്യുന്നതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യുന്ന ഇതേപോലെ കുത്തിയെടുത്തതിന് ശേഷം അവിടുന്ന് തന്നെ കുത്തി ഈ ഒരു രീതിയിൽ കുത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു 14 അല്ലെങ്കിൽ 15 ചുറ്റ് കൊടുത്താണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തോരമാണ് ലെങ്തിൽ വേണമെന്ന് ആ രീതിയിൽ കുത്തിയെടുക്കുക. നമ്മൾ ബുള്ളിയൻ സ്റ്റിച്ച് ചെയ്യില്ലേ, ബുള്ളിയൻ ചെയ്യുന്നതിൻ്റെ വേറൊരു മെത്തേഡാണെന്ന് മാത്രമേ ഉള്ളൂ. സെയിം ബുള്ളിയൻ സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതേപോലെ കുത്തിയെടുക്കുക. എന്നിട്ട് സ്ട്രെയിറ്റ് ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ എല്ലാം ഒരേ ലെങ്തിൽ വരണമല്ലോ, ആ ഒരു രീതിയിൽ വരുന്ന രീതിയിൽ പിടിച്ചതിന് ശേഷം ഇങ്ങനെ അടിയിലേക്ക് കുത്തിയെടുക്കുക. നെക്സ്റ്റ് അത് ഇതേപോലെ ചെയ്യുക. കുത്തിയതിന് ശേഷം ഇതേപോലെ നമ്മൾ വലിയ റൗണ്ടിൻ്റെ ഇതിലേക്ക് കുത്തിയതിന് ശേഷം വീണ്ടും ചുറ്റുക. ഒരു 15 ചുറ്റ് ചുറ്റുക. ചുറ്റിയതിന് ശേഷം നമ്മൾ ഈ സൂചി വലിച്ചെടുക്കുമ്പോൾ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഇതേപോലെ ഒന്ന് കറക്കി വലിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ അടുത്തതും ചെയ്തു. ഒരെണ്ണം കൂടി ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ എംബ്രോയ്ഡറിക്ക് ബുള്ളിയൻ സ്റ്റിച്ച് എന്ന് തന്നെയാണ് പറയുന്നത്. സ്ട്രെയിറ്റ് മുകളിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് ചെയ്യുന്നു എന്നൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അടുത്തത് ഇതേപോലെ ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതേപോലെ മുകളിലേക്ക് കുത്തിയതിന് ശേഷം നമ്മളൊരു 15 ചുറ്റ് നമ്മുടെ സൂചിയിൽ ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ 15 ചുറ്റുമ്പോൾ ഒരുപാട് ടൈറ്റ് ചെയ്ത് പിടിക്കാതെ കുറച്ച് സൂചി വലിക്കുമ്പോൾ കുറച്ച് ലൂസാക്കി പിടിച്ചതിന് ശേഷം ട്വിസ്റ്റ് ചെയ്ത് നമ്മുടെ സൂചി ഇങ്ങനെ മുകളിലേക്ക് എടുക്കുക. അതിന് ശേഷം ഒന്ന് ടൈറ്റ് ചെയ്യുക. ഒരുപാട് ടൈറ്റ് ചെയ്യരുത് കേട്ടോ. ഒരുപാട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വൃത്തിയില്ലാത്ത പോലെ ആയിരിക്കും. പിന്നെ നമുക്ക് കാണാൻ ഭംഗി എങ്ങനെയാണെന്ന് അറിയാമല്ലോ. അത് വരേണ്ട ആ ഒരു പൊസിഷനിൽ പിടിച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അടിയിലേക്ക് കുത്തിയിറക്കാം. നമുക്കിത് ഫുള്ള് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ റൗണ്ടിൽ നമ്മളുടെ ഒരു ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഈ സെൻറ്ററിൽ ഞാനൊരു 5 ലൈൻ വരച്ചേക്കുന്നതാണല്ലോ. ഈ എംബ്രോയ്ഡറി ചെയ്യുന്നതിൻ്റെ പേര് വുവൻ റോസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിത് എങ്ങനെ ചെയ്യുന്നതെന്ന് പറയാം. ആദ്യം നമുക്ക് ഈ ഒരു 5 3 5 7 അങ്ങനെ ഒറ്റ സംഖ്യയിൽ മാത്രമേ ലൈൻസ് വരയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ 5 ലൈൻ വരച്ചിട്ടുണ്ട്. ആ 5 ലൈനിൽ ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ തന്നെ അടിയിൽ നിന്ന് മേളിൽ നിന്ന് ഇതേപോലെ സൂചി എടുത്തതിന് ശേഷം സെൻറ്റർ പോയിൻറ്റിലേക്ക് ഇതേപോലെ കുത്തിയിറക്കുക. അങ്ങനെ 5 ലൈന് നമുക്ക് ഈ ഒരു രീതിയിൽ ഫില്ല് ചെയ്തെടുക്കാം. ഓക്കെ. അപ്പോൾ ഇതേപോലെ ഫില്ല് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒറ്റസംഖ്യ എന്ന് പറഞ്ഞില്ലേ ഞാൻ, അത് വളരെ കറക്റ്റായിട്ട് തന്നെ വരച്ചില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യുമ്പോൾ അതായത് ഗ്യാപ്പുകൾ ഒരേപോലെ ആയിരിക്കണം. ഈ 5 ഇതിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പുകളും ഒരേപോലെ ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ 5 ലൈൻസും ഇതേപോലെ ചെയ്തതിന് ശേഷം ഇതിനുള്ളിലൂടെ നൂല് ഒന്നടവിട്ട് നമ്മൾ കയറ്റി ഇറക്കി ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേട്ടോ വുവൻ റോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ 5 ചെയ്തു. ഇനി നമുക്ക് ഈ വരച്ചതിൻ്റെ ഏതെങ്കിലും ഒരു ത്രെഡിൻ്റെ കോർണറിൽ നിന്ന് ഇതേപോലെ സൂചി അടിയിൽ നിന്ന് കുത്തിയെടുക്കുക. അതിന് ശേഷം ഇപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് മുകളിലേക്കാണ് സൂചി എടുക്കുന്നതെങ്കിൽ അടുത്ത ത്രെഡിൻ്റെ അടിയിൽ കൂടെ സൂചി എടുക്കുക. അതിൻ്റെ അടുത്ത ത്രെഡിൻ്റെ മുകളിൽ കൂടെ സൂചി എടുക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ത്രെഡിൻ്റെ താഴെ കൂടെ സൂചി എടുക്കുക. അങ്ങനെ ഒന്നടവിട്ട് നമ്മൾ സൂചി എടുക്കുക. ഓക്കെ, ആ ഒരു മെത്തേഡാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇപ്പം ചെറുതായിട്ടൊന്ന് അടിയിലൊന്ന് നൂലൊന്ന് കെട്ട് വീണു കേട്ടോ. ഒന്ന് ഞാൻ നേരെയാക്കിയേക്കട്ടെ. ഇപ്പോൾ കെട്ടി വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാര്യം വെച്ചാൽ നമ്മൾ ലെങ്ത് കൂട്ടിയാണ് എടുക്കുന്നത്. ലെങ്ത് കൂട്ടി എടുക്കുന്നതിൻ്റെ കാര്യം വെച്ചാൽ നമ്മൾ ഫുള്ള് ഈ ഒരു റൗണ്ട് ഫുള്ള് ചുറ്റാനുള്ള ത്രെഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ഒരു എംബ്രോയ്ഡറി കിട്ടും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് നിർത്തുമ്പോൾ പിന്നെ ചെയ്യുമ്പം ചെറിയൊരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും ചെയ്ത് വരുമ്പോൾ. ഞാൻ അത് കാരണം എപ്പോഴും ചെയ്യുമ്പോൾ ഒറ്റ ത്രെഡിൽ തന്നെ ഫുള്ള് ചുറ്റിയെടുക്കാനാണ് ശ്രദ്ധിക്കാറ്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നീറ്റായിട്ട് നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഒരുപാട് ടൈറ്റ് ചെയ്ത് പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരു മീഡിയം ഇതിൽ ഒരുപാട് ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിലുള്ള ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഒന്ന് ചെയ്തെടുക്കുക. ഓക്കെ, ഇതേപോലെ ചുറ്റിയെടുക്കുമ്പോൾ ടൈറ്റ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ടൈറ്റായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ത്രെഡ് വലിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു വൃത്തിയായിരിക്കും. ലാസ്റ്റ് ഫിനിഷിങ്ങിൽ വരുമ്പോൾ ആ ഒരു ഭംഗി ഉണ്ടാവില്ല. കാരണം സർക്കിൾ ഫുള്ള് ആ ഒരു സർക്കിൾ ഷേപ്പിൽ തന്നെ വരണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈറ്റ് ആക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് മനസ്സിലായില്ലെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഫുള്ളും ഇതുപോലെ കവർ ചെയ്തെടുക്കണം.
അപ്പോൾ ഏകദേശം ചുറ്റി കഴിഞ്ഞപ്പോൾ മനസ്സിലായില്ലേ ഏകദേശം ഇത് എങ്ങനെയാണ് വരുന്നത്, എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമുക്കിത് ഫുള്ള് ചുറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഫുള്ള് ചുറ്റിയിട്ട് ഫൈനലായിട്ട് നിന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ നമ്മൾ ഫുള്ള് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ ഫുള്ള് ചുറ്റിയെടുത്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ സ്റ്റെമ്മാണ് ചെയ്യുന്നത്. സ്റ്റെം സ്റ്റിച്ച് എന്ന് പറഞ്ഞ എംബ്രോയ്ഡറി തന്നെയാണ്. ഈ ഒരു രീതിയിൽ ബാക്ക് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് ഇതേപോലെ അടുത്ത സ്റ്റിച്ച് കണ്ടോ വീണ്ടും കെട്ട് വീണു. കാര്യം ആങ്കറിൻ്റെ ത്രെഡ് എടുക്കുമ്പോൾ എപ്പോഴും എനിക്ക് ചെറിയ തോതിൽ കെട്ട് വീഴാറുണ്ട്. ഇന്നലെ ഞാൻ മീഷോയുടെ ത്രെഡ് വെച്ചാണ് ചെയ്തത്. പക്ഷേ അതിൽ കെട്ട് വീഴുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് പക്ക കോട്ടൺ ത്രെഡായിരുന്നു. ഇത് ഫുൾ കോട്ടൺ അല്ല, ചെറിയൊരു സിൽക്കി ആയിട്ട് വരുന്നതാണ് ഈ ആങ്കർ ത്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതേ ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ നമ്മളുടെ അതായത് എന്ത് സ്റ്റിച്ചെന്ന് പറഞ്ഞാൽ സ്റ്റെം സ്റ്റിച്ച് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക കേട്ടോ. മനസ്സിലായില്ലാന്നെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കാണുക. ഇതേപോലെ കുത്തുക. എന്നിട്ട് നമ്മൾ അടുത്ത ത്രെഡിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓരോ ബാക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ബാക്ക് സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മാത്രം വേറെ എംബ്രോയ്ഡറിയിൽ ഇതുപോലെ സ്റ്റെം സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോയിൽ മനസ്സിലാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഞാനത് മുകളിൽ കൊടുത്തേക്കാം പിൻ ചെയ്ത് കാണാത്തവർക്ക് വേണ്ടി. ഇനി നമുക്ക് ഇതേപോലെ ബാക്കി രണ്ട് സൈഡിലും കൂടെ സ്റ്റെം ചെയ്യാനുണ്ട്. അത് ഞാൻ ചെയ്ത് കംപ്ലീറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ലീഫ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഫിൻ്റെ കോർണറിൽ നിന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. ഇതേപോലെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ട് ലീഫിൻ്റെ സെൻറ്റർ മനസ്സിലാക്കിയതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇതേപോലെ നീളത്തിൽ കുത്തിയെടുക്കുക. എന്നിട്ട് ലീഫിൻ്റെ ഒരു സൈഡിൽ നിന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അടുത്ത സൈഡിലേക്ക് ഇതേപോലെ കുത്തിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ആദ്യം നീളത്തിൽ വരച്ചതിന് സെൻറ്ററിൽ കൂടെ സൂചി എടുത്തതിന് ശേഷം ആ ത്രെഡ് ഇതേപോലെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ടൈറ്റ് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, ലോക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന എംബ്രോയ്ഡറി പേര് ഫ്ലൈ സ്റ്റിച്ച് അല്ലെങ്കിൽ വൈ സ്റ്റിച്ച് എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അല്ലെങ്കിൽ ആരോ ഹെഡ്, അങ്ങനെ ഏകദേശം എല്ലാ ഒരേ രീതിയിൽ വരുന്ന സ്റ്റിച്ചുകളാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയില്ലേ എങ്ങനെയാണ് നമ്മുടെ ഈ ഫ്ലൈ സ്റ്റിച്ച് അല്ലെങ്കിൽ വൈ സ്റ്റിച്ച് എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലായി. ഇതേപോലെ ഒരു സൈഡിൽ നിന്ന് കുത്തിയെടുക്കുന്നു, എന്നിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് ഇതേപോലെ കുത്തുന്നു, എന്നിട്ട് സെൻറ്റർ പോർഷനിൽ ഇതേപോലെ കുത്തിയെടുത്തതിന് ശേഷം നമ്മൾ അടിയിലേക്ക് ലോക്ക് ചെയ്തിട്ട് അടുത്ത ലീഫിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ കുത്തിയെടുക്കുക. അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ ലീഫ് ഫുള്ള് ഞാൻ ചെയ്ത് കാണിക്കാം. ഫുള്ള് ഫിനിഷ് ചെയ്ത് വരുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ലീഫ് ഇരിക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. കുറച്ച് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചെയ്ത എംബ്രോയ്ഡറിയിൽ നമ്മൾ വുവൻ റോസ് മാത്രമാണ് ഞാൻ 6 നൂലിൽ ചെയ്തേക്കുന്നത്. ബാക്കി ലീഫുകളും സ്റ്റെമ്മും ഒക്കെ ചെയ്തേക്കുന്നത് 3 നൂലിലാണ് കേട്ടോ. 3 നൂലിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിരിക്കും കാണാൻ വേണ്ടി 6 നൂല് ചെയ്യുന്നേക്കാളും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ ലീഫ് കംപ്ലീറ്റ് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം മനസ്സിലായില്ലേ എങ്ങനെയാണ് നമ്മൾ ഈ ഫ്ലൈ സ്റ്റിച്ച് അല്ലെങ്കിൽ വൈ സ്റ്റിച്ച് ചെയ്യണേന്ന്. സെപ്പറേറ്റ് ആയിട്ടൊക്കെ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു എംബ്രോയ്ഡറി ആണ് കേട്ടോ. കാണാനാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ലീഫ് മാത്രമായിട്ടൊക്കെ സെപ്പറേറ്റ് ഇങ്ങനെ ചെയ്യുവാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ളൊരു എംബ്രോയ്ഡറി ആണ് കേട്ടോ ഈ വൈ സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ലീഫ് കംപ്ലീറ്റ് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇതേപോലെ 3 ലീഫും കൂടെ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഫൈനൽ വരുന്ന നമ്മുടെ ഫ്ലവറിൻ്റെയും ലീഫിൻ്റെയും ലുക്കൊന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അതേ ഫൈനൽ ലുക്ക് കാണാം ചെയ്തതിന് ശേഷമുള്ള. അപ്പോൾ അതേ നോക്കൂ, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എംബ്രോയ്ഡറി ആണ് കേട്ടോ. അപ്പോൾ അതേ ഫൈനൽ വരുന്ന എംബ്രോയ്ഡറി ഫൈനൽ വരുന്ന ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഇഷ്ടമായെങ്കിൽ കമൻറ്റിലൂടെയൊക്കെ ഒന്ന് അറിയിക്കുക. നമുക്കിപ്പം ഡ്രസ്സിൻ്റെ ചെസ്റ്റ് പോർഷൻ, സ്ലീവ്സിൽ 2 സൈഡിലും സെൻറ്റർ പോർഷൻ, ഓൾ ഓവർ ഡിസൈനൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എംബ്രോയ്ഡറി ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു സോ മച്ച്. ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.